കല്യാണം കഴിഞ്ഞിട്ടും ഭർത്താവിന് ഇഷ്ടമല്ലാത്ത ഭാര്യയെ അവളുടെ ജീവനാക്കിയ കഥ. രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഉണ്ണിമായ, നാളെയല്ല നമ്മുടെ ജിഷ്ണുവിന്റെ കല്യാണം. നമുക്ക് ഒന്നിച്ചു പോകണ്ടേ? ഞാൻ കൂട്ടുകാരുടെ കൂടെയാണ് പോകുന്നത്. അവർക്ക് ടീമായിട്ട് വരും. നിങ്ങൾ അമ്മയും കൂട്ടി പോയിക്കോ. ഉണ്ണിമായയുടെ നീരസത്തോടെയുള്ള ആ വാക്കുകൾ കേട്ടപ്പോൾ ഹരിക്ക് വിഷമമായി. എങ്കിലും അവനത് പുറമേ കാണിച്ചില്ല. അവൻ അമ്മയെയും കൂട്ടിയാണ് ആ ചടങ്ങിൽ ചെന്നത്. കല്യാണ ഹാളിൽ പ്രവേശിച്ചപ്പോൾ തൊട്ട് അവനറിയുന്ന പല സുഹൃത്തുക്കളും ചോദ്യങ്ങൾ തൊടുത്തു വിട്ടു. എന്താ ഉണ്ണിമായി കൂട്ടിയിലടാ? അവളിച്ചിരി നേരത്തെ പോകുന്നല്ലോ, ഇവിടെ ഉണ്ടല്ലോ. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ വേറെ ചിലർ. അപ്പൊ ഭാര്യ എവിടെയാടാ? ഉണ്ണിമായ്ക്ക് ഈ കല്യാണത്തിനെത്തിയ കുറച്ച് കൂട്ടുകാരികളെ മാനേജ് ചെയ്യാനുണ്ടായിരുന്നു. അവരുടെ കൂടെ കൂടിയിരിക്കുകയാണ്. ദേ അമ്മേ, അവിടെ പോയിരുന്നോളൂ. ഹരി പറഞ്ഞനുസരിച്ച് അമ്മ കല്യാണ ഹാളിൽ സ്ത്രീകളുടെ സമീപത്തേക്ക് പോയിരുന്നു. അതെന്താ രണ്ടുപേരും ഒറ്റക്കൊറ്റക്ക് വന്ന്? ഹരി അറിയുന്ന ചില സ്ത്രീകൾ ചോദിച്ചു. ഇവിടെ അടുത്തല്ലേ, ദൂരമൊന്നുമല്ലല്ലോ. ഹരിയും തനിക്കിരിക്കാൻ ഒരു സീറ്റ് നോക്കി. അപ്പോഴാ സനോജ് ഭാര്യമൊത്തിരിക്കുന്നത് കണ്ടത്. സനോജാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് 1-2 വർഷമായി. എന്നിട്ട് ഇണക്കിളികളെ പോലെയാണ് അവരെവിടെയും ചെല്ലുക. താനാണെങ്കിൽ വെറും 1-2 മാസമേ ആയിട്ടുള്ളൂ. എന്നിട്ട് അവൾക്ക് തൻ്റെ കൂടെ വരാൻ താല്പര്യമില്ല. അമ്മയുടെ കൂടെ വന്നിട്ട് പോലും ഒറ്റപ്പെട്ടവൻ്റെ പ്രതീതി. വരാതിരുന്ന മതിയായിരുന്നു. ഹരി അങ്ങനെ ചിന്തിച്ചു. എന്താടാ തനിച്ച്? മൂഡ് ഓഫ് ആയിരിക്കല്ലോ. വൈഫ് എവിടെ? സനോജ് ഹരിയെ തനിച്ച് കണ്ട് ചോദിച്ചു. ഒരു നിമിഷം ആ കല്യാണ ഹാളിലെ ഒത്ത നടുവിൽ കുറെ കൂട്ടുകാരുടെ ഇടയിൽ ചിരിച്ചു മറിയുന്ന ഉണ്ണിമായെ ഹരി കണ്ടു. ഇന്ന് അവൾ കുറെ കൂട്ടുകാരികളുണ്ട്. അവരെ കണ്ടിട്ട് അങ്ങോട്ട് പോയതാ. ഹരി അങ്ങനെ തട്ടിവിട്ടു. പിന്നീട് ഒരു ദിവസം, മോളെ ഉണ്ണിമായ, ലാലേട്ടൻ്റെ തുടര് റിലീസായിട്ടുണ്ട്. ഇന്ന് ഫസ്റ്റ് ഷോക്ക് പോവാം, നമുക്കൊന്നിച്ച്. ഹരിയേട്ടൻ തനിച്ച് പോയാൽ മതി, ഇല്ലെങ്കിൽ കൂട്ടുകാരെ കൂട്ടിക്കോ. ഞാൻ വരുന്നില്ല. അതല്ല മോളെ, തട്ടിടിക്കുന്ന അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ആ സിനിമ കാണാം. ഇന്റർവ്യൂവിന് പോപ്കോൺ വയസ്സും കഴിക്കാം. ഹരി തൻ്റെ ആഗ്രഹം പറഞ്ഞു. വരുന്നില്ലെന്നല്ലേ പറഞ്ഞ്? പിന്നെ ഹരി ഒന്നും മിണ്ടിയില്ല. പിന്നീട് ഒരു ദിവസം ജോലി കഴിഞ്ഞ് കയറി വന്ന ഹരിയുടെ കയ്യിൽ 2 ടിക്കറ്റുകളുണ്ട്. അത് വിടത്തി കാണിച്ചുകൊണ്ട് ഉണ്ണിമായടവൻ ചോദിച്ചു. ടൻടടേ, ഇത് കണ്ട? അവൾ മൊബൈലിൽ സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ ഒന്നും നോക്കുപോലും ചെയ്തില്ല. ഇതൊരു ഹണിമൂൺ ട്രിപ്പിന്റെ ടിക്കറ്റാ. ഗോവ വരെ പോവാനും വരാനുള്ള ടിക്കറ്റ്. ഇത് ഞങ്ങളുടെ ബോസ് ഫ്രീ ആയിട്ട് സമ്മാനിച്ചാ. മറ്റൊന്ന് ഞായറാഴ്ചയാണ് പോവേണ്ടത്. ഉണ്ണിമായ, നിനക്ക് ട്രിപ്പ് ഇഷ്ടമാണല്ലോ, നീ റെഡിയായിരുന്നോ? അയ്യോ, എന്ത് ചെയ്ത്? എനിക്കൊന്നും എവിടെയും പോകണ്ട. ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പണ്ടേ പോയി. അപ്പൊ ഈ ടിക്കറ്റ് എന്ത് വേണേലും ആക്കിയോ? അല്ല, നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരാരെങ്കിലും കൂട്ടി പോയിക്കോ. എൻ്റെ ഉണ്ണിമായ, നീ എന്താ ഈ പറയുന്നത്? വിവാഹത്തിന് ശേഷം ഞാൻ കൂട്ടുകാരുടെ കൂടെ കറങ്ങണമെന്നാണോ? അതിനെന്താ, ആവാലോ, എനിക്ക് വിരോധമൊന്നുമില്ല. ടിക്കറ്റുകൾ ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് ബോക്സിൽ ഇറങ്ങിട്ട് അവൻ നടന്നുപോയി. പിന്നീട് ഹരി ഭാര്യമൊത്ത് എൻജോയ് ചെയ്യാൻ തൻ്റെ ഉള്ളിൽ പൊങ്ങി വരുന്ന ഓരോ ആഗ്രഹങ്ങളൊക്കെ അടക്കി കഴിഞ്ഞുകൂടി. ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഓഫീസിലേക്ക് അമ്മയുടെ കോള്. മോനെ ഹരി, ഉണ്ണിമായ സ്കൂട്ടർ എടുത്ത് ടൗണിൽ പോയി വരുമ്പോൾ ഒരു ആക്സിഡന്റ്. ഇപ്പം മാർത്തോമ ഹോസ്പിറ്റലാ, മോൻ വേഗം ചെല്ല്. അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു, റോഡും കയറ്റി പോകുന്ന ടിപ്പർ ലോറി തട്ടിയതാണ്. 2 കൈയും വലത്തെ കൈ ഒടിഞ്ഞിരിക്കുന്നു. ഇടത് കൈയുടെ വിരലുകൾക്കും ക്ഷതമുണ്ട്. ഓപ്പറേഷനും മറ്റുമായി 2 ആഴ്ച ഹോസ്പിറ്റലായി. ശേഷം താങ്ങിയെടുത്ത് വീട്ടിലേക്ക്. അവളുടെ വീട്ടിലാണെങ്കിൽ പ്രായമായ ഒരു അങ്കിളും ആൻറ്റിയും മാത്രം. ഇവിടെ വന്ന് നീ അവസ്ഥയിൽ അവളെ പരിചരിക്കാൻ അവർക്കാവില്ല. ഇവിടെ ഹരിയുടെ അമ്മയാണെങ്കിൽ അല്പം പ്രായമാണ്. ഉണ്ണിമായി എടുത്തുയർത്തി കൊണ്ടുനടക്കാനൊന്നും അവർക്കാവില്ല. അതുകൊണ്ട് ഹരി ഒരു മാസത്തെ ലീവ് എഴുതി കൊടുത്ത് അവളെ പരിചരിക്കാൻ നിന്നു. സ്വയം എഴുന്നേറ്റ് പോയൊരു കാര്യവും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ. യാതൊരു മടിയും കൂടാതെ ഉണ്ണിമായോട് സ്നേഹത്തോടുകൂടി അവളുടെ ദൈനംദിന കാര്യങ്ങൾ ഹരി നിർവഹിച്ചു. അവൾ കിടക്കുന്ന ബെഡിന്റെ വിരിപ്പ് മാറ്റി വിരിക്കാനും അവളെ ഫ്രഷ് ആക്കാനും കുളിപ്പിക്കാനും വലത് കൈ ഒടിഞ്ഞുകൊണ്ട് ഭക്ഷണം വരെ വാരിക്കൊടുത്തു. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് 1-2 ആഴ്ച ആയപ്പോൾ ഉണ്ണിമായ്ക്ക് ഹരിയോടുണ്ടായിരുന്ന അകൽച്ച പാടെ പോയി. ഇത്രയും ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുന്ന ഭർത്താവിനെയാണല്ലോ താൻ കുറേ നാൾ ദുഃഖിപ്പിച്ചെന്നോർത്തപ്പോൾ അവൾക്ക് കുറ്റബോധമുണ്ടായി. 1-2 വയസ്സ് പ്രായത്തിൽ എങ്ങനെ ഒരു കുഞ്ഞിനെ അമ്മ നോക്കുമോ അതുപോലെ തന്നെ ഹരിക്ക് അവളെ നോക്കേണ്ടി വന്നു. കുഞ്ഞിലെ ശരീരവൃത്തിക്ക് വേണ്ടി സ്വയം ചെയ്ത് ശീലിച്ച പല കാര്യങ്ങളും ഇത്രയും നാളുകൾക്ക് ശേഷം ഹരിയേട്ടൻ്റെ കൈവിരലിൽ കൊണ്ട് അവിടെ സ്പർശിച്ചു. യാതൊരു സങ്കോചവും കൂടാതെ ഹരിയേട്ടൻ നിർവഹിക്കുമ്പോൾ അവൾ കണ്ണീരൊഴുക്കി. എന്തിനൊക്കെ അറിയുന്നത്? ഇതൊക്കെ ആർക്കും സംഭവിക്കുന്ന കാര്യമില്ലേ? ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മുടെ കൂടെയുള്ളവരുടെ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവരുടെ വില അറിയുന്നത്. അവളൊന്ന് തേങ്ങി. അന്ന് രാത്രി ഹരിയേട്ടനോടൊപ്പം കിടക്കുമ്പോൾ അവൾ ഹരിയുടെ കൈവിരലുകൾ എടുത്ത് തൻ്റെ കണ്ണിൽ ചേർത്തു. ശേഷം ആ കൈവിരലുകളിൽ ഉമ്മ വെച്ചു. ശരിയാണ് ഹരിയേട്ട, ഞാൻ അല്പം അഹങ്കരിച്ചു പോയി. അതൊന്നും സാറില്ലടോ, നീ ചെറിയ പ്രായമല്ലേ, കുറച്ചുകൂടി കഴിയുമ്പോൾ നിനക്കൊക്കെ ബോധ്യമാവും. ഹരി അവളെ ചേർത്ത് കിടത്തി. അവളുടെ അധരത്തിൽ അവനൊരു ചുംബനം നൽകി. അവളും ആദ്യമായി ഇത്രയും നാളുകൾക്ക് ശേഷം ഒന്ന് ചുംബിച്ചു. അവൾക്ക് 10 വയസ്സുണ്ടാകുമ്പോഴാണ് അവളുടെ അമ്മ അസുഖം പിടിച്ച് മരിക്കുന്നത്. വിദേശത്തുള്ള അച്ഛൻ എമർജൻസി ലീവ് എടുത്ത് നാട്ടിൽ വന്ന് അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവൾ താമസിക്കുന്ന ആ വലിയ വീട്ടിൽ അവൾക്കൊപ്പം വയസ്സായ അങ്കിളിനെ ആൻറ്റിയും തന്നെ നോക്കാൻ ഏൽപ്പിച്ചുകൊണ്ടാണ് പോയത്. മാമ്പൂ പൂക്കും പോലെ വർഷത്തിലൊരു പ്രാവശ്യം വരുന്ന അച്ഛൻ. സ്കൂൾ പഠനവും കോളേജ് പഠനവും യാതൊരു മുടക്കം കൂടാതെ പോവാൻ അച്ഛൻ മാസം അയച്ചു നൽകുന്ന ഒരുപാട് പണത്തിന്റെ ആർഭാടത്തിൽ അവൾ തന്നെ ഇഷ്ടം പോലെ കഴിഞ്ഞു ആ വീട്ടിൽ.
പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്ന അവസരത്തിലാണ് അച്ഛൻ വന്ന് ഈ സർക്കാർ ഉദ്യോഗസ്ഥനെ ഹരിയേട്ടനെ കണ്ടുപിടിച്ച് കെട്ടിച്ച്. ഒരു ഫ്രീ ബേഡിനെ പോലെ സ്വതന്ത്രമായി പറന്നിടന്നവൾക്ക് വിവാഹശേഷം തന്റെ സ്വാതന്ത്ര്യങ്ങളൊക്കെ പോയതറിഞ്ഞ് വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. ആ കലിപ്പ് തീർക്കാനാണ് ഹരിയെ വിവാഹം ചെയ്തതിനു ശേഷം ഒറ്റക്ക് പോയാൽ ആ പഴയ സുഖവും സ്വാതന്ത്ര്യം ലഭിക്കുന്നുള്ള വിഭ്രാന്തി അവൾക്ക് ഉണ്ടായത്. അതൊക്കെ വെറും തോന്നലാണെന്ന് അവൾക്ക് മനസ്സിലായി. ആരെങ്കിലുമൊക്കെ ചേർത്ത് നിർത്താനുണ്ടാകുമ്പോഴാണ് ജീവിതത്തിനൊരു പൂർണ്ണതയുണ്ടാവുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഒരു മാസത്തിന് ശേഷം ഉണ്ണിമായ്ക്ക് സ്റ്റാൻഡ് ക്രച്ചസിന്റെയും വീൽ ചെയറിന്റെയൊക്കെ സഹായത്തോടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നായി. ഹരി ജോലിക്ക് പോയി തുടങ്ങി. ഉണ്ണിമായ്ക്ക് പരിപൂർണമായി സുഖപ്പെടാൻ വീണ്ടും 1-2 മാസങ്ങളെടുക്കും. ജോലി കഴിഞ്ഞ് വന്നിട്ടും ഹരി അവളെ നന്നായി ഫിസിയോതെറാപ്പി ചെയ്യാൻ സഹായിച്ചു. 2 കാലം വെച്ച് പഴയതുപോലെ നടക്കാൻ അവളെ അവൻ പ്രാപ്തനാക്കി. ഹരിയേട്ടാ, ഇനി എനിക്കൊരു സന്തോഷമുണ്ടെങ്കിൽ അത് ഹരിയേട്ടനോടൊപ്പം ആയിരിക്കും. ഇപ്പോൾ ഓടാനും ചാടാനും ഏത് ജോലി ചെയ്യാൻ അവൾക്കാവും. അന്ന് ഹരിയേട്ടൻ പോകാൻ ആരിച്ച ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ടൂർ പാക്ക് ബുക്ക് ചെയ്തോളൂ. സത്യമാണ് ഉണ്ണിമായി നീ പറയുന്നത്? സത്യ ഹരിയേട്ടാ, ഞാൻ പറഞ്ഞല്ലോ, ഇനി ഈ ജന്മം മുഴുവൻ ഹരിയേട്ടനെ സന്തോഷിപ്പിക്കാനും ഹരിയേട്ടൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളനുസരിച്ച് ജീവിക്കാനും മാത്രമുള്ളതാണ്. പിന്നീട് ഹരിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള അവൻ്റെ മോഹസ്വപ്നത്തിലുള്ള ഒരു ഉത്തമ ഭാര്യയായി ഉണ്ണിമായ മാറിക്കഴിഞ്ഞു.